Welcome to Entrance Physics Part 27. Question number 87. A man travels 150 kilometer distance with an average speed of 48 kilometer per hour by car. Semicolon ഇട്ടിട്ട് covering the first half at constant speed 40 kilometer per hour and the second half at v kilometer per hour. V unknown ആണ്. V is in a choice A 48 kilometer per hour, B 60 kilometer per hour, C 56 kilometer per hour, D 28 kilometer per hour. ഇത് പല രീതിയിൽ ചെയ്യാം. ഒരു ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് ഹാഫ് V1 വെലോസിറ്റിയിലും സെക്കൻഡ് ഹാഫ് V2 വെലോസിറ്റിയിലും കവർ ചെയ്യുന്നു എങ്കിൽ ആവറേജ് വെലോസിറ്റി V ബാർ, വിക്ക് മുകളിലൊരു വര ഇടുക, V ബാർ ഈക്വൽസ് 2V1 V2 ബൈ V1 പ്ലസ് V2. ശ്രദ്ധിക്കുക, ആകെ ദൂരത്തിൻ്റെ ആദ്യത്തെ പകുതി V1 എന്ന സ്പീഡിലും അടുത്ത പകുതി V2 എന്ന സ്പീഡിലും ഒരു വസ്തു കവർ ചെയ്താൽ, ഓടിത്തീർത്താൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഫോർമുലയാണ് V ബാർ ഈക്വൽസ് 2V1 V2 ബൈ V1 പ്ലസ് V2. ഇതേ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. എയിൽ നിന്നൊരാൾ ബിയിൽ പോയി വിത്ത് എ വെലോസിറ്റി V1, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു വിത്ത് അനദർ വെലോസിറ്റി V2. ആ കേസിലും ആവറേജ് സ്പീഡ് ചോദിച്ചാൽ സെയിം ഫോർമുല 2V1 V2 ബൈ V1 പ്ലസ് V2. അപ്പോൾ ഇവിടെ V ബാർ ഈക്വൽസ് 2V1 V2 ബൈ V1 പ്ലസ് V2. ഫസ്റ്റ് 1/3, അടുത്ത 1/3, അടുത്ത 1/3. ഫസ്റ്റ് 1/3 സ്പീഡ് V1, സെക്കൻഡ് 1/3 സ്പീഡ് ഓടിയ സ്പീഡ് V2, തേർഡ് 1/3 V3. അങ്ങനെയെങ്കിൽ ആവറേജ് വെലോസിറ്റി ഈസ് 3V1 V2 V3 ബൈ V1 V2 പ്ലസ് V2 V3 പ്ലസ് V3 V1. ആ സൈക്ലിക് ഓർഡറിൽ എടുത്താൽ മതി. 3 1/3 ഡിവൈഡ് ചെയ്താൽ ആ ഫോർമുല ഉപയോഗിക്കണം. ഈ രണ്ടെണ്ണം എല്ലാവർക്കും അറിയാവുന്നത് കോംപ്ലക്സാണ്, വെറും സിമ്പിൾ കേസാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ V ബാർ ഈക്വൽസ്, ഈ V ബാർ ഇവിടെ തന്നിട്ടുണ്ട് 48 എന്ന് തന്നിട്ടുണ്ട്. എ മാൻ ട്രാവൽസ് 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് വിത്ത് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 48 എന്ന് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഹാഫ് 40 കിലോമീറ്ററിൽ ഓടുന്നു. അപ്പോൾ V1 40, V ബാർ 48, സെക്കൻഡ് ഹാഫ് ഓടിയ സ്പീഡ് V, അതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ ഇവിടെ V ആണ്. അപ്പോൾ V ബാറിന് പകരം 48 ഈക്വൽസ് 2 ഇൻറ്റു V1 40 ഇൻറ്റു V2 V ബൈ V1 പ്ലസ് V2, 40 പ്ലസ് V. ഇവിടുന്ന് V പെട്ടെന്ന് സോൾവ് ചെയ്യാം. V ഈക്വൽസ് 60 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. So choice is B. Question number 88. A particle in one-dimensional motion has an average velocity of 10 meters per second during the first 6 seconds and 25 meters per second during the next 8 seconds. Then acceleration of the particle is choice A 12.5 meter per second square, B
2.5 meter per second square, C 0, D 2.14 meter per second square. അതായത് ആദ്യത്തെ 6 സെക്കൻഡ് സമയം ആവറേജ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത 8 സെക്കൻഡ് സമയം ഉള്ള ആവറേജ് സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ ആക്സിലറേഷൻ എത്രയാണ്? ഞാൻ ഒരു പോസിങ് ലീഡർ തന്നെ തന്നിട്ടുണ്ട്. ഈ വൺ ഡയമെൻഷൻ മോഷൻ്റെ കുറേ പോസിങ്സ് തന്നു, അല്ല കുറേ ബേസിക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അതിൽ V1 ബാർ T1 സമയത്തെ ആവറേജ് വെലോസിറ്റി V1 ബാർ, അത് കഴിഞ്ഞ് T2 സെക്കൻഡ് നേരത്തെ ആവറേജ് സ്പീഡ് V2 ബാർ എങ്കിൽ ആക്സിലറേഷനും ഇതെല്ലാം കൂടെ ഉപയോഗിക്കാൻ V = U+AT എന്നുള്ള ഫോമിൽ എടുത്താൽ V2 ബാർ = V1 ബാർ പ്ലസ് AT. അവിടെ T എന്ന് പറഞ്ഞാൽ T1 + T2/2 ആവറേജ് ടൈമാണ്. അപ്പോൾ അവിടുന്ന് A = V - U/T ആ ഫോമായത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ A = V2 ബാർ - V1 ബാർ T. ഈ T എന്ന് പറഞ്ഞാൽ T1 + T2/2 ഇവിടെ ഇപ്പോൾ അത് 6 + 8/2 7 സെക്കൻഡ് എന്ന് വരും. 7 സെക്കൻഡ് ആണോ? 7 സെക്കൻഡ്. പിന്നെ V2 ബാർ 25, V1 ബാർ 10. ചുരുക്കത്തിൽ A = എന്തെളുപ്പം 25 - 10, 25 - 10 ആവറേജ് ടൈം 7. ആൻസർ ഈസ് 2.14 meter per second square. The choice is D. 89. A particle starting from rest describes one-dimensional motion along the x-axis. The ratio of velocities at positions x1, x2 and x3 with reference to x = 0 is 1:2:3. Then x1:x2:x3 will be A 1:√2:3, B 1:4:6, C 1:4:9, D 1:6:9. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, അപ്പോൾ U0 ഡിസ്ക്രൈബ്സ് എക്സ് ഡയറക്ഷൻ, എക്സ് ആക്സിസിൽ കൂടെ മൂവ്മെൻറ്റ്. വെലോസിറ്റീസ് x1, x2, x3 ഈ സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഉള്ള വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ 1:2:3 തന്നിട്ടുണ്ട്. എങ്കിൽ x1, x2, x3 ഉള്ള റേഷ്യോയാണ് കാണണ്ടേ. അങ്ങനെ V² = U² + 2as. ഇവിടെ ഇപ്പോൾ U0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ V² = 2as. എക്സ് ആക്സിസിൽ കൂടെ ആണെന്ന് പറയുന്നുണ്ട്. V² = 2ax എന്ന് എഴുതാം. എങ്കിൽ x = V², 2a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റാണ്. ചുരുക്കത്തിൽ x = V². അപ്പോൾ x1:x2:x3 = V1²:V2²:V3². കാരണം x ഈസ് V² എന്നല്ലേ വന്നിരിക്കുന്നത്. x = V² എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടെങ്കിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ V1², x2 എന്ന് പറഞ്ഞാൽ V2², x3 എന്ന് പറഞ്ഞാൽ V3². സോ x1:x2:x3 = V1²:V2²:V3². ഈ V1 1:2:3 അപ്പോൾ x1:x2:x3 എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സ്ക്വയറിൻ്റെ റേഷ്യോ. അപ്പോൾ 1:1²:2²:3².
ratios 1 square is to 2 square equals 3 square is to 3 square, or 1 is to 4 is to 9. That is the answer. The choice is C. Question number 90. Two bodies are projected vertically up with velocities v1 and v2. The ratio of heights reached by them is 1 is to 3. Then v1 is to v2 is A. 1 is to 3. B. Root 3 is to 3. Root 3 is to 3. C. 1 is to 6. D. 1 is to 9. ഫ്രീ ആയിട്ട് മുകളിൽ നിന്ന് എച്ച് ഹൈറ്റിൽ നിന്ന് താഴേക്കിടുന്ന ഒരു വസ്തു താഴെ വരുമ്പോൾ ഉള്ളതിൻ്റെ വെലോസിറ്റി എച്ച് ഹൈറ്റിൽ നിന്നും താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു വസ്തു താഴെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി വി സ്ക്വയർ ഈക്വൽസ് ടൈം ഇല്ലാത്തോ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. അവിടെ എന്ന് പറഞ്ഞാൽ ജി ആ, യു 0 ആ ഡ്രോപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ചുരുക്കത്തിൽ വി സ്ക്വയർ ഈക്വൽസ് 2gh ഓർ വി ഈക്വൽസ് റൂട്ട് ഓഫ് 2gh. എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നൊരു വസ്തു ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിന് കിട്ടുന്ന വെലോസിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് 2gh. ഇതുപോലെ വി വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു ഹയസ്റ്റ് പോയിൻ്റ് ചെല്ലുമ്പോൾ എച്ച് വരെ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ എറിഞ്ഞ വെലോസിറ്റിക്കുള്ള ഫോർമുല ഇത് തന്നെ. കാരണം അവിടെ v0 യു എത്രയാണെന്ന് അറിയണ്ട, എ മൈനസ് ജി. അപ്പോൾ 0 ഈക്വൽസ് യു സ്ക്വയർ മൈനസ് 2gh or u square equals 2gh or u equals root of 2gh. അപ്പം മുകളിൽ നിന്നും ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കല്ല് താഴെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു വസ്തു എറിഞ്ഞാൽ എത്ര ഹൈറ്റ് വരെ പോകുമോ ആ ഹൈറ്റ് എച്ച് എന്നിരിക്കട്ടോ, എങ്കിൽ എറിഞ്ഞ വെലോസിറ്റി അതിൻ്റെ ഫോർമുലയും റൂട്ട് ഓഫ് 2gh തന്നെയാണ്. അപ്പോൾ ഇവിടെ velocity of projection v equals root of 2gh. 2g കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്കിത് എൻട്രൻസ് ആയതുകൊണ്ട് v ഈക്വൽസ് റൂട്ട് ഓഫ് h എന്ന് അങ്ങ് എടുക്കാം. എന്ന് പറഞ്ഞാൽ v1 ഈക്വൽസ് റൂട്ട് h1, v2 ഈക്വൽസ് റൂട്ട് h2. സോ v1 ബൈ v2 ഈക്വൽസ് റൂട്ട് ഓഫ് h1 ബൈ h2. ദറ്റ് ഈസ് റൂട്ട് ഓഫ് v1 ബൈ v2 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. അല്ല, h1 ബൈ h2. ദ റേഷ്യോ ഓഫ് ഹൈറ്റ്സ് h1 ബൈ h2 1:3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1/3 എന്ന് പറഞ്ഞാൽ 1/√3. ഇവിടുത്തെ ചോയ്സ് അനുസരിച്ച് 1:√3 ഇല്ലല്ലോ, മുകളിലും താഴെ √3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √3 × 1 √3, √3 × √3 3, √3/3 അല്ലെ √3 ഈസ് ടു √3. ദറ്റ് ഈസ് ദി ആൻസർ. √3 ഈസ് ടു 3. അപ്പോൾ ചോയ്സ് ബി ആണ് ഇവിടുത്തെ ചോയ്സ്. ഇത് +1കാർക്കും ഈ പോസ്റ്റിങ്സ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കാം. നമ്മൾ കൂടുതൽ കട്ടിയുള്ള ചോദ്യങ്ങളിലേക്ക് വരും. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വളരെയധികം ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യും. എൻ്റെ എല്ലാം ടെക്നിക്ക് പറയും, ഷോർട്ട് കട്ടുകൾ എളുപ്പം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ പറയും. താങ്ക് യു.